ഹലോ, ജോയലാണ്. അങ്ങനെ ഹാട്രിക് അടിച്ചേക്കാണ് എഫ് എം എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സീരീസ് തുടങ്ങണമെന്നോ മുൻകൂട്ടിയൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് സാധാരണ ഒരു പ്രോഗ്രാം ക്രമപ്പെടുത്തുമ്പോൾ ഒരു മാസം മുമ്പ് തന്നെ ഗ്രൂപ്പിൻ്റെ അകത്ത് ചർച്ചയൊക്കെ ചെയ്ത് എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുക. പക്ഷേ ഇത് വളരെ പെട്ടെന്നായിരുന്നു ഈ ഒരു എഫ് എമ്മിൻ്റെ ജനനം. ഇത് മെയിനായിട്ടും എന്തിനാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എഫ് എം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ സത്യമായിട്ടും. പക്ഷേ ഒരു ആഗ്രഹമുള്ളത് ഈശോയെ കൊടുക്കണം എന്നതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ 25 ദിവസം വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ടീം. അപ്പോൾ ഈ പ്രാവശ്യം പലർക്കും പല ഉത്തരവാദിത്തങ്ങളുള്ളത് കൊണ്ട് കൃത്യമായിട്ട് നമുക്കൊരു പ്രോഗ്രാം ക്രമപ്പെടുത്താൻ സാധിച്ചില്ല. പെട്ടെന്ന് വന്നൊരാശയാണ് എഫ് എം. അപ്പോൾ അതിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ്. ചിലപ്പോൾ ഈ 3-ാമത്തെ എപ്പിസോഡൊക്കെ ഇത്ര അധികം എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയൊരു കാര്യമല്ല കേട്ടോ. അതിനൊരു വ്യക്തമായൊരു കാരണമുണ്ട്. അതായത് ഒരു പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഞങ്ങളുടെ ടീം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതിൻ്റെ A to Z കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ആ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം, അതായത് എഫ് എം എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നടന്നു. ഇപ്പോൾ ഒരു രാത്രി ഒരു 1.5 മണിക്കൂർ കൊണ്ട് റെക്കോർഡ് ചെയ്ത്, അതും മുൻകൂട്ടി നമ്മൾ എന്ത് പറയണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ. സ്പീക്കർ മൈക്ക് റെക്കോർഡിങ് ഓണാക്കുന്നു. അപ്പോഴെന്താണോ ഈശോ പറയാൻ തോന്നിക്കുന്നത് അപ്പോൾ അത് പറയണു. അപ്പോൾ അങ്ങനെ റെക്കോർഡൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് പുറത്ത് വരുമ്പോൾ വിജയിക്കുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പോൾ ചിലരുടെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾക്കിത് ഇത്തിരി ഒരുങ്ങിയിട്ടൊക്കെ ചെയ്താൽ പോരെ, എന്ത് പറയണമെന്നൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും കൂടി നന്നാവില്ലേ എന്നൊക്കെ ഒരു ചോദ്യം ചിലരുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഒരുങ്ങി ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളിങ്ങനൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല, വിചാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം പിന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശോയായിരിക്കും. ഈശോനെ കൊടുക്കാൻ ഈശോ തന്ന ഒരു അവസരമാണിത്. അപ്പോൾ അതിപ്പോൾ അങ്ങനൊരു അവസരം ഈശോ തന്നതുകൊണ്ട് ആ ഒരു അവസരത്തോട് 100% തിരിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം ഞങ്ങളുടെ ടീമിനുണ്ടായിരുന്നു. ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അതും എൻ്റെ രീതിയിൽ, എൻ്റെ ഒറിജിനലായ രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ കുറവുകളിൽ നിന്നും എൻ്റെ സന്തോഷത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഒരു എന്ത് പറയണമെന്നൊക്കെ ഒരുങ്ങിയിട്ടൊക്കെ പറയുമ്പോൾ ഈ ഒറിജിനാലിറ്റി അതിന് കിട്ടില്ല. അപ്പോൾ ഈശോ തന്ന ഈ ഒരു അവസരത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം അല്ലേ ഞാനിപ്പോൾ കൊടുക്കുന്നത്. അതെനിക്ക് മറ്റേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ പറ, എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇനി അതവിടെ നിൽക്കട്ടെ. നമുക്ക് സമയത്തിൻ്റെ കുറച്ച് പരിമിതി ഉള്ളത് കൊണ്ട് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ്. മെയിനായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എന്ത് പറയണമെന്ന് സത്യത്തിൽ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ എഫ് എമ്മിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.